Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination base ചെയ്തിട്ട് കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിലുള്ള ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ചോയ്സ് ഫില്ലിങ്ങിൽ നാം ശ്രദ്ധിക്കേണ്ടത്? നമുക്കറിയാം, ഈ സെയിം ടൈമിൽ തന്നെ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 18 മുമ്പായി കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ടൈമാണ്. ഈ സെയിം ടൈമിൽ തന്നെയാണ് MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചോയ്സ് ഫില്ലിംഗ് നടക്കുന്നത്. ഈ കേരളയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കേരളത്തിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് ഫേസിൽ പങ്കെടുക്കാൻ പെർമിഷൻ ഉള്ളത്. പുതിയതായിട്ട് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യുക എന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പങ്കെടുത്ത് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചവരോ ലഭിക്കാതിരുന്നവരോ ആരുമാവട്ടെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് റൗണ്ടിൽ ഒരു ക്യാമ്പസ് അനുവദിച്ചു, MBBSൻ്റെയോ BDSൻ്റെയോ ഗവൺമെൻറ്റോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങോ ഒരു കോളേജ് അനുവദിച്ച സമയത്ത് നമ്മൾ ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിന്ന് ഔട്ടാവുകയാണ്. അപ്പോൾ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ബെസ്റ്റായിട്ടൊരു ക്യാമ്പസ് വേണം. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തു, എനിക്ക് അർഹതപ്പെട്ടൊരു കോഴ്സ് ലഭിച്ചിട്ടില്ല. ഈ രണ്ട് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഇവിടെ ഒരു കൺഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് എൻട്രൻസ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ പോകാം. ആ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഈസ് മാൻഡേറ്ററി. നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിൽ നമ്മൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, ആ ചോയ്സ് ഫില്ലിങ്ങിൽ നമ്മളെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റിൽ നമ്മെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നാം ചോയ്സ് ഫില്ലിംഗ് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വിദ്യാർത്ഥിയുടെ കാൻഡിഡേറ്റ് ലോഗിൻ എൻ്ററായി ചോയ്സ് ഫില്ലിങ്ങിൽ എൻ്ററായതിന് ശേഷം നമുക്ക് നേരത്തെ ഫസ്റ്റ് ടൈം അവിടെ കൊടുത്തിരിക്കുന്ന ക്യാമ്പസുകൾ കൂടാതെ, നമുക്കറിയാം ഈ ഓണത്തിൻ്റെ സമയത്ത് കേരളത്തിലുള്ള 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളോടൊപ്പം തന്നെ പുതിയതായിട്ട് പാലക്കാട് പിംസ് മെഡിക്കൽ കോളേജും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ സീറ്റുകളും കൂടെ പുതിയതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം നമുക്ക് ഓപ്ഷൻ കൊടുത്തു, നമുക്ക് അർഹതപ്പെട്ടൊരു കോഴ്സ് ലഭിച്ചിട്ടില്ലാത്ത എല്ലാ വിദ്യാർത്ഥികളും ഈ സെക്കൻഡ് ചോയ്സ് ഫില്ലിങ്ങിൽ എൻ്ററായിട്ട് നമുക്ക് ഇനി നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ക്യാമ്പസുകളിൽ നിന്നും ഏതെങ്കിലും പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാം. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, അതുകൊണ്ട് തന്നെ ഉയർന്ന ഫീസ് ഉണ്ട് ആ ക്യാമ്പസിൽ. അപ്പോൾ ആ ക്യാമ്പസിലെ NRI സീറ്റ് ആകട്ടെ നോർമൽ സീറ്റ് ആകട്ടെ ഏത് സീറ്റിലേക്കാണെങ്കിലും അവിടുത്തെ ഓപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്ത് നാം എൻ്റർ ചെയ്ത കംപ്ലീറ്റ് ഡേറ്റയുടെയും പ്രിൻ്റ് ഔട്ട് നാം എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. ഇങ്ങനെ കൺഫർമേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയെയും ഈ ചോയ്സ് ഫില്ലിങ്ങിൽ സെക്കൻഡ് റൗണ്ടിൽ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ സെയിം ടൈമിൽ തന്നെ ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും സെക്കൻഡ് റൗണ്ട് നടക്കേണ്ടതാണ്. അതിൻ്റെ ഡേറ്റ് കംപ്ലീറ്റ് ആയി. ശരിക്കും സെപ്റ്റംബർ 13 ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യേണ്ട സമയമാണ്. ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗിൽ MBBSൻ്റെയും BDSൻ്റെയും പുതിയ 8 മെഡിക്കൽ കോളേജുകൾ വന്നിരിക്കുന്നതുകൊണ്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ട് ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെയും 18-ാം തീയതിക്ക് മുമ്പാണ് സെക്കൻഡ് ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ, നമുക്ക് ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ഈ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കിപ്പോൾ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് തന്നെ MBBSൻ്റെയോ BDSൻ്റെയോ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെയോ അതിനോടൊപ്പം തന്നെ NRI സീറ്റിൻ്റെയോ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് MBBSും BDSും സീറ്റുകൾ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് നിർബന്ധമായും ചോയ്സ് ഫില്ല് ചെയ്യാനും നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും നല്ല ക്യാമ്പസുകളായിരിക്കണം 1, അല്ലെങ്കിൽ അതിനുശേഷം സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കണം 2. അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കണം ഓപ്ഷൻ കൊടുക്കേണ്ടത്.
അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചു. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ കുറച്ച് കോളേജുകൾ കൊടുത്തു. ഇനി സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ ലഭിച്ചതിനേക്കാൾ ഇഷ്ടമില്ലാത്ത ഒരു കോളേജാണ് സെക്കൻഡ് റൗണ്ടിൽ ലഭിക്കുന്നതെങ്കിൽ ഫസ്റ്റ് റൗണ്ട് നമുക്ക് ക്യാൻസൽ ആവും. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം അതായിരുന്നു, എനിക്ക് അത് വേണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കുന്ന സമയത്ത് നിർബന്ധമായും പ്രയോറിറ്റി ചെക്ക് ചെയ്യാൻ, അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നാം ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ട പ്രയോറിറ്റി അനുസരിച്ച് കോളേജ് ഏത്, കോഴ്സ് ഏതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നാം എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം ഇതെല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രിൻ്റ് ഔട്ടും എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇനി എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് www.ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 18-ാം തീയതി സെപ്റ്റംബർ 11:59 PM രാത്രി വരെയാണ് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സെക്കൻഡ് റൗണ്ടിൻ്റെ ടൈം ഉള്ളത്. അത് എൻ്ററായി നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചുള്ള ക്യാമ്പസുകളും കോഴ്സുകളും എൻട്രി ചെയ്ത് നാം കൺഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഇനി ഈ വർഷം പുതിയതായിട്ട് വന്നിരിക്കുന്ന പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആനുവൽ ഫീസ് 7,05,805 ആണ്. ഇനി ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഫൈനൽ വെർഡിക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഫീസിനകത്ത് ചെറിയ വേരിയേഷൻസ് വരാം. ആ വേരിയേഷൻസ് നമ്മൾ പിന്നീട് വന്നു കഴിഞ്ഞാൽ ആ ഫീസ് നമ്മൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. ഇത് ആനുവൽ ഫീസ് മാത്രമാണ്. ഇത് കൂടാതെ കോളേജിൽ വരുന്ന ഹോസ്റ്റൽ ഫീസും സ്പെഷ്യൽ ഫീസും ഒക്കെ എത്രയാകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്ത് നമുക്കൊരു അർഹതപ്പെട്ട സീറ്റിന് വേണ്ടി നാം ക്ലെയിം ചെയ്യുവാൻ. ഇനി ഈ പിംസിൻ്റെ തന്നെ NRI സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 20 lakhs rupees ആണ് ഫീസ് വരുന്നത്. എല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെയും NRI സീറ്റിൽ 20 lakhs ആണ്. പക്ഷേ ഇപ്പം കോടതിയിൽ നമുക്കറിയാം NRI സീറ്റിൽ വരുന്ന ഒരു 5 lakh rupees എന്ന് പറയുന്നത് OBC വിദ്യാർത്ഥികൾക്ക്, അതായത് BPL കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഫീസാണ് ശരിക്കും ഈ 5 lakhs rupees. അതിനെ ബേസ് ചെയ്തിട്ടൊരു കേസ് കോടതിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു 5 lakhs rupees പെൻഡിങ് വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ഇപ്പോൾ കോളേജിലേക്ക് അടക്കേണ്ടത്. അപ്പം അവിടെ ഒരു ക്യാമ്പസിൽ വരുന്ന ഫീസ് അടച്ചതിന് ശേഷം ഒരു കോടതിയുടെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ വെഡിക്റ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബാക്കി ഫീസ് എത്ര അടയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ച് കോളേജ് പറയുന്ന ഡയറക്ഷൻസ് കൃത്യമായിട്ട് അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരായി മാറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ തന്നെ സെക്കൻഡ് റൗണ്ടിൻ്റെ ഡേറ്റുകളിലൂടെ ടൈം ഷെഡ്യൂളിലേക്ക് നമുക്കൊന്ന് പോകാം. 11-ാം തീയതി മുതൽ വെബ്സൈറ്റ് ഓപ്പണായി 18th വരെയാണ്, 11:59 PM വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈമുള്ളത്. പുതിയതായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത് നമുക്കൊരു ക്യാമ്പസ് ലഭിക്കാതിരിക്കുകയോ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തതിന് ശേഷം ഒരു ക്യാമ്പസ് ലഭിച്ചു, കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ എല്ലാം കൺഫർമേഷൻ ചെയ്യാനായി, ചോയ്സ് ഫില്ലിംഗ് റീഅറേഞ്ച് ചെയ്യാനായി ടൈം തന്നിരിക്കുന്നത് 18/11/59 വരെ മാത്രമാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്നും 19th പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും. പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആ ചേഞ്ചസ് നമുക്ക് ചെയ്യാനുള്ള അവസരവും വെബ്സൈറ്റിലൂടെ ഉണ്ടാവും. 20th ഫൈനൽ അലോട്ട്മെന്റ് വരിക. 20th സെക്കൻഡ് റൗണ്ടിന്റെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 21st 26th ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്യാമ്പസുകളിൽ ജോയിൻ ചെയ്യണം. ഇനി ഈ ഡേറ്റുകൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും 11th കൊണ്ട് ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് 13th റിസൾട്ട് പബ്ലിഷ്, സെക്കൻഡ് റൗണ്ടിൻ്റെ ഓൾ ഇന്ത്യയുടെ MBBSൻ്റെയും BDSൻ്റെയും റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട ടൈമാണ്. പക്ഷേ ഓൾ ഇന്ത്യയിൽ നമ്മൾ മുമ്പേ കണ്ടതുപോലെ 8 കോളേജുകൾ പുതിയതായിട്ട്, 3 ഗവൺമെൻറ് കോളേജുകളും 5 ഓട്ടോണമസ് ക്യാമ്പസുകളും പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേറ്റ് എന്ന് വരെയാണ് ചോയ്സ് ഫില്ലിംഗ് എന്നുള്ളത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വരാത്തത് കൊണ്ട് തന്നെ ഈ 18th എന്നുള്ളതും ചിലപ്പോൾ 1-2 ദിവസം എക്സ്റ്റെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബാങ്കുകൾ അവധിയാണ്, ഓണം വെക്കേഷനാണ്, സ്കൂളുകൾ അവധിയാണ്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് എത്രയും വേഗം ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിലും പേരൻസിനോടും വിദ്യാർത്ഥികളോടും പറയാനുള്ളത്. ഈ സെയിം ടൈമിൽ തന്നെ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, സിദ്ധ, യുനാനി, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BTech, ബയോടെക്നോളജി, ഇതുപോലുള്ള 11 കോഴ്സുകളിലേക്കുള്ള കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പബ്ലിഷ് ചെയ്ത വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു ക്യാമ്പസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ
അതിന് ജോയിൻ ചെയ്യേണ്ട ടൈമാണ് ഈ 18-ാം തീയതിക്ക് മുമ്പായി. നമുക്ക് എല്ലാ വിദ്യാർത്ഥികളും കോളേജുകളിൽ പോയി എല്ലാ ഡോക്യുമെൻസും കൊടുത്ത് ജോയിൻ ചെയ്യണം. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലൈഡ് കോഴ്സുകളുടെ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാനും സാധിക്കത്തില്ല. അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകളിലും ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിലും അതുപോലെ മറ്റുള്ള സ്റ്റേറ്റിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ 15% സീറ്റിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമ്പസുകളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റുകളും ഒക്കെ മനസ്സിലാക്കി എല്ലാ ചോയ്സ് ഫില്ലിങ്ങിലും എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് കഴിയുന്ന സമയത്ത് സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളിൽ നമുക്ക് ആൽഫയിൽ 2025 എൻട്രൻസ് എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്യുന്ന റിപ്പീറ്റഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസിലൂടെ നമുക്കൊരു മികച്ച ക്യാമ്പസ് ലഭിക്കുന്നില്ലെങ്കിൽ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ ഏറ്റവും നല്ലൊരു വിജയം 2025 ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ എക്സ്ക്ലൂസീവ് റിപ്പീറ്റഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പേഴ്സണൽ അറ്റൻഷനാണ് ഏറ്റവും നല്ലൊരു വിജയമാണ് ആൽഫയുടെ റിപ്പീറ്റഡ് ബാച്ചിലൂടെ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടായിക്കൊണ്ട് ഞാനൊരു പരാജയമല്ല, ഞാൻ പരിശ്രമിച്ചതിൽ ചെറിയ മിസ്റ്റേക്കുകളാണ് എന്നെ ഈ വർഷത്തെ പുറകിലേക്ക് നയിച്ചത്. ഇനി അത് കറക്റ്റ് ചെയ്യേണ്ട സമയം ഏറ്റവും മികച്ച രീതി ഞാൻ പ്രയോജനപ്പെടുത്തും എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആൽഫയുടെ റിപ്പീറ്റഡ് ബാച്ച് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഇയറാക്കി മാറ്റാം. എല്ലാവർക്കും കൃത്യമായ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും മികച്ചൊരു ക്യാമ്പസും കോഴ്സും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ബെസ്റ്റ് വിഷസ്.